നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീകൃഷ്ണ അർജുന സംവാദമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ 49 ശ്ലോകങ്ങളാണ് നമ്മൾ വായിച്ച് അർത്ഥം പറഞ്ഞത്. ഇന്ന് നമുക്ക് 50-ാമത്തെ ശ്ലോകം മുതൽക്ക് വായിക്കാം. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാദ്യോഗായ യുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാദ്യോഗായ യുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം. ഇഹ ഇവിടെ, ഈ ലോകത്തിൽ, ബുദ്ധിയുക്ത ബുദ്ധിയോടു കൂടിയവൻ അല്ലെങ്കിൽ ജ്ഞാനസമ്പന്നനായ ഒരാൾ, സുകൃത ദുഷ്കൃതേ ഉഭേ സുകൃത ദുഷ്കൃതങ്ങളെ രണ്ടിനെയും ജഹാതി ഉപേക്ഷിക്കുന്നു. തസ്മാത് അതുകൊണ്ട്, യോഗായ യുജ്യസ്വ യോഗത്തിനായിക്കൊണ്ട് യത്നിച്ചാലും, യോഗ കർമ്മസു കൗശലം സമർത്ഥമായ കർമാനുഷ്ഠാനമാണ് യോഗം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അർജുനനോട് നിഷ്കാമ കർമ്മം ചെയ്യണം എന്നുള്ള ഉപദേശം തന്നെയാണ് പറയുന്നത്. അതാണ് ജ്ഞാനസമ്പന്നനായിട്ടുള്ള ഒരാള്, അതായത് അറിവുള്ള ഒരാള് ഈ ശ്ലോകത്തിൽ പറഞ്ഞു, ഉഭേ സുകൃത ദുഷ്കൃതേ, ഈ സുകൃത ദുഷ്കൃതങ്ങളെ ഉപേക്ഷിക്കുന്നു എന്ന് വെച്ചാൽ പുണ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാപത്തിന് വേണ്ടിയോ അല്ല കർമ്മം ചെയ്യേണ്ടത് എന്ന്. ഈ പുണ്യപാപങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നത് തന്നെ അജ്ഞാനത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ഈ ജീവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രഹ്മപദപ്രാപ്തി അല്ലെങ്കിൽ ഈശ്വരപ്രാപ്തി എന്നതാണ്. ഇവിടെ ആ കർമ്മഫലത്തിലുള്ള ആ ആഗ്രഹം അത് നമ്മുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കാനാണ് പറയുന്നത്. അതാണ് അവസാനത്തെ വരി, യോഗ കർമ്മസു കൗശലം. ഇവിടെ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന യോഗാസനങ്ങളെല്ലാം ഉദ്ദേശിച്ചത് നേരത്തെ പറഞ്ഞ ആ സമത്വ ബുദ്ധി എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാം. എന്നാൽ ഞാൻ ഇത് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഇത് അനുഭവിച്ചു എന്നൊക്കെ പറയുന്ന ആ കർമ്മത്തിന്റെ കർത്തൃത്വവും ഭോക്തൃത്വവും നമുക്കാണ് എന്ന ചിന്ത പാടില്ല. അങ്ങനെ ആവുമ്പോഴാണ് ഈ കർമ്മവാസനകൾ കൂടിക്കൂടി വരുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുക, ഭഗവാൻ ചെയ്യിപ്പിക്കുന്നതാണ് നമ്മളെ കൊണ്ട് എന്നുള്ള ആ ഒരു ചിന്തയോടെ ചെയ്താൽ നമ്മുടെ ഉള്ളിൽ ആ ആത്മസ്വരൂപം തെളിഞ്ഞു വരും. ഇങ്ങനെ ആത്മസാക്ഷാത്കാരം എന്ന ലക്ഷ്യപ്രാപ്തിക്ക് ഉതകും വണ്ണം കർമ്മം ചെയ്യുന്നതിലുള്ള ആ കഴിവിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം വായിക്കാം. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാ മനീഷിണ ജന്മബന്ധ വിനിർമുക്താ പദം ഗച്ഛന്ത്യനാമയം. ഒന്നുകൂടി. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാ മനീഷിണ ജന്മബന്ധ വിനിർമുക്താ പദം ഗച്ഛന്ത്യനാമയം. നേരത്തെ പറഞ്ഞതിന്റെ കാരണം പറയാണ്. ഹി എന്തുകൊണ്ടെന്നാൽ, ബുദ്ധിയുക്ത മനീഷിണ ജ്ഞാനികളായിട്ടുള്ള മഹാത്മാക്കൾ, ഈ സുഖദുഃഖങ്ങളെ ഒരുപോലെ കാണാൻ കഴിയുന്നവൻ, സമത്വ ബുദ്ധിയോടെ കാണാൻ കഴിയുന്നവരെയാണ് ജ്ഞാനി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ജ്ഞാനികളായിട്ടുള്ള മഹാന്മാര് കർമ്മജം ഫലം ത്യക്ത്വാ, കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ആ ഫലം, കർമ്മഫലം ഉപേക്ഷിച്ചിട്ട്, ജന്മബന്ധ വിനിർമുക്ത, ജനന മരണാത്മകമായിട്ടുള്ള ഈ സംസാര ബന്ധത്തിൽ നിന്നും മുക്തരായിട്ട്, അനാമയം പദം ഗച്ഛന്തി, അനാമയമായ ആമയങ്ങളൊന്നുമില്ലാത്ത സ്ഥാനത്തേക്ക് പോകുന്നു. അതായത് ജന്മബന്ധ വിനിർമുക്തമായിട്ടുള്ള ആ സ്ഥാനം, ആത്മസ്ഥാനം, അതായത് ബ്രഹ്മപദത്തിൽ അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിയിൽ എത്തിച്ചേരുന്നു എന്നാണ് അർത്ഥം. ഇവിടെ കർമ്മവാസന എന്ന് വെച്ചാൽ എന്താ അറിയോ? നമ്മൾ ചെയ്യുന്ന ആ കർമ്മങ്ങൾക്ക് ഫലവും നമുക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആ
കർമ്മവും അല്ലെങ്കിൽ ആ കർമ്മഫലം ഇനി വേണം അല്ലെങ്കിൽ ഇനി വേണ്ട എന്നൊക്കെ നമുക്ക് ഉള്ളിലൊരു തോന്നൽ വരും. അതിനെയാണ് കർമ്മവാസന എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ കർമ്മവാസന നമ്മുടെ ഉള്ളിൽ മനസ്സിലിങ്ങനെ ഉണ്ടായാൽ വീണ്ടും നമുക്ക് ആ കർമ്മം ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ ആ കർമ്മം ചെയ്യാതിരിക്കാൻ തോന്നും. ഇങ്ങനെയുള്ള കർമ്മവാസനകളാണ് സംസാര ബന്ധത്തിന് കാരണം എന്നാണ് പറയുന്നത്. എന്നാൽ മഹാത്മാക്കൾ കർമ്മം ചെയ്യുന്നത് അതിൻ്റെ ഫലം ആഗ്രഹിച്ചിട്ടല്ല. അവർ ചിത്തശുദ്ധിയോടെ ആത്മസാക്ഷാത്കാരം ലക്ഷ്യമാക്കിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്. ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവരെ ഒട്ടും ബാധിക്കാറുമില്ല. അതായത് ആ കർമ്മത്തിന്റെ ഫലം അവരുടെ സുഖത്തിനോ ദുഃഖത്തിനോ ഒന്നും കാരണമാകുന്നില്ല. അങ്ങനെയുള്ളവരാണ് പരമമായ ബ്രഹ്മപദത്തെ അല്ലെങ്കിൽ മോക്ഷത്തെ പ്രാപിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം വായിക്കാം. യദാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തദാ ഗന്താസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ഒന്നും കൂടി. യദാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തദാ ഗന്താസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. യദാ തേ ബുദ്ധി, എപ്പോഴാണോ നിന്റെ ബുദ്ധി മോഹകലിലം വ്യതിതരിഷ്യതി, അജ്ഞാനത്തെ മറികടക്കുന്നത്, തദാ അപ്പോൾ, ശ്രോതവ്യസ്യ ശ്രുതസ്യ ച, കേൾക്കേണ്ടതും കേട്ടതുമായ എല്ലാറ്റിലും നിനക്ക് വൈരാഗ്യമുണ്ടാകും. കൃഷ്ണൻ അർജുനനോട് പറയാണ്, എപ്പോഴാണ് നിന്റെ മനസ്സിൽ നിന്ന് ഈ കാണുന്ന ജഡസ്വരൂപമായതെല്ലാം സത്യമാണ് എന്നുള്ള ഭ്രമം അല്ലെങ്കിൽ അജ്ഞാനം മായുന്നത്, അപ്പോൾ ഈ ലോക സുഖങ്ങളിൽ വൈരാഗ്യം വന്നു ചേരും. അതായത് ഈ സുഖ ദുഃഖങ്ങൾ ഭ്രമിച്ചിരുന്ന മനസ്സിൻ്റെ ആ ജ്ഞാനം പോകുമ്പോൾ നമുക്ക് ഇനി അറിയേണ്ടതും അറിഞ്ഞതുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും വിരക്തി വന്നു ചേർന്ന് മനസ്സ് ആത്മജ്ഞാനം കൊണ്ട് പ്രകാശിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇന്ന് ഇവിടെ നമുക്ക് നിർത്താം. അടുത്ത ശ്ലോകങ്ങൾ വ്യാഴാഴ്ച വായിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ